ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. 50 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഫോണൊക്കെ കയറ്റണമെങ്കിൽ 10 രൂപ കൊടുക്കണം. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അകത്ത്. പുറത്തെ വീഡിയോ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അകത്ത് നിന്ന് പുറത്തോട്ടുള്ള വ്യൂസാണ് കാണുന്നത്. ഇത് തന്നെ അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ എടുത്തത്. ഇതകത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത മുറിയിലേക്ക് നമ്മൾ കടക്കുന്ന വ്യൂസാണ്. അപ്പോൾ അതിനിടയ്ക്ക് പുറത്ത് കാണുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ഇത് മുകളിലത്തെ നിലയിൽ കയറുമ്പോൾ താഴത്തേക്ക് കാണുന്നതാണ്. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കുറേ കവാടങ്ങളുണ്ട്. എല്ലാ വാതിലുകളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അതിന് ശേഷമാണ് ഓരോ മുറികളിലോട്ട് നമുക്ക് കയറാനുള്ളത്. കുറേ മുറികളും പിന്നെ കുറേ കാഴ്ചകളും ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. പുറത്തുള്ള കുറച്ച് വ്യൂസ് മാത്രം എടുക്കാൻ പറ്റുന്നത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ വീടുകൾ പോലെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത ഒരു റൂമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ. അവിടെ നിന്ന് വാതിലിൽ നിന്നും പുറത്തോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വ്യൂസൊക്കെ കിട്ടി. കുറേ മഴയും കൊണ്ട് എല്ലാ കാഴ്ചയും കണ്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഇതുവഴിയാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണാനുള്ളത്. ചുറ്റും മരങ്ങളും പച്ചപ്പും ഒക്കെയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല മഴയായിരുന്നുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. നമ്മൾ ഇറങ്ങി വരുന്നത് ബാക്ക് സൈഡിലാണ്. അപ്പോൾ ചെരുപ്പ് ഫ്രണ്ടിൽ ഊരിയിട്ടിട്ടാണ് വന്നത്. അതെടുക്കാനായിട്ട് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇത് ബാക്കിൽ ഗാർഡനാണ് കാണുന്നത്. താഴത്തോട്ട് ഇറങ്ങാനായിട്ടൊരു വഴിയും കൂടി ഉണ്ട്. അവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റും നിറച്ചും മരങ്ങളും ഒരു കാട് പോലെയാണ് അവിടെ. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. കുറേ പൂക്കളും പൂന്തോട്ടമൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. മഴയും കൂടെ ആയതുകൊണ്ട് ആ ക്ലൈമറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കൂടെയാണ് ഫ്രണ്ടിലോട്ട് പോകേണ്ടത്. അവിടെ നിന്ന് ദൂരെ നോക്കിയാൽ ഒരു ബിൽഡിങ് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് കാടായിട്ടാണ് കാണുന്നത്. ഫുള്ള് മരങ്ങളോട്ട് നിൽക്കുന്നൊരു കൊട്ടാരമാണിത്. ഇത് നമ്മൾ അകത്തൊക്കെ കയറി പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന വഴികളാണ്. ഇനി ഇവിടെ നിന്ന് ചെരുപ്പിട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ വ്യൂ കാണാനായിട്ട് പോയി. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. കുറേ പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലായി തന്നെ ഒരു വലിയ മാവുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ മഴയുടെ പകുതി ഭാഗം നമുക്ക് കൊള്ളത്തില്ല. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അങ്ങനെ ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. തിരിച്ച് വന്ന വഴി തന്നെ ബാക്കിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് നമുക്ക്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ നനഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുട പിടിച്ചാണ് നടന്നത്. ഈ വഴിയാണ് ഇനി പോകേണ്ടത്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയൊരു കുളമാണ്. പണ്ടത്തെ മണിച്ചിത്രത്താഴ് സിനിമയിലുള്ള ഒരു സീനിൽ
ഈ കുളത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകുള്ളത്. ചിലരൊക്കെ കണ്ട് കാണും, കാണാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങണം. ഇവിടുന്ന് കുറേ താഴേക്ക് നടക്കാനുണ്ട്. ഈ വഴി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സൈഡിലൊക്കെ നിറയെ മരങ്ങളും നീണ്ടൊരു ഇടനാഴിയാണിത്. ഇവിടുന്ന് കുറേ താഴേക്ക് നടന്നിട്ട് വേണം നമുക്ക് കുളത്തിൻ്റെ അവിടെ എത്താനായിട്ട്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴേക്കും കുളമൊക്കെ അടച്ചിട്ടിട്ടായിരുന്നു. കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ കൂടെ നടക്കുമ്പോൾ വ്യൂ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു ഇടനാഴിയിലോട്ട് കയറുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വിശ്രമിച്ചിട്ടൊക്കെ താഴോട്ട് ഇറങ്ങാം. അത്രയ്ക്ക് ദൂരമുണ്ട് നമുക്ക്. അപ്പോൾ ഇരുന്ന് പോകും ആരായാലും. പിന്നെ അവിടെ നിന്ന് നമുക്ക് താഴെ ഒരു പടിക്കെട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇറങ്ങിയിട്ട് വേണം അടുത്ത വഴിയിലേക്ക് ഇറങ്ങാനായിട്ട്. മൊത്തം മഴ പെയ്ത് നനഞ്ഞിരിക്കുന്നു. തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെയാണ് നടന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുളം. ഈ കുളം കാണാനായിട്ടാണ് നമ്മൾ വന്നത്. സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അടച്ചു പോയതുകൊണ്ട് തന്നെ മൊത്തം കുളത്തിൻ്റെ വ്യൂ ഒന്നും നമുക്കധികം കാണാൻ പറ്റില്ല. പറ്റുന്ന പോലെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അതിൻ്റെ വീഡിയോ പിടിച്ചു. ഇതാണ് കുളത്തിലോട്ട് കയറുന്ന ഒരു വഴി. അവിടെ ആ വാതിൽ അടച്ചു. ഞങ്ങൾ ചെന്ന ടൈമൊക്കെ കഴിഞ്ഞു പോയി. 12:30 വരെ നമുക്ക് ടൈമുള്ളൂ കാണാനായിട്ട്. രാവിലെ 9 മണി ടു 12 മണി. അപ്പോൾ നമ്മളിത് 12:30 കഴിഞ്ഞു. അത് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതാണ് കുളം. ഇവിടെ പുറത്തുനിന്നുള്ള ഈ വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്നു ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു വീട് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അവിടെ ഇങ്ങനെ അധികം കാണാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു തുളസിത്തറയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത് പോയത് ഒരു കാട് പോലെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ അതിൻ്റെ സൈഡിലായിട്ട് മാനിനെയൊക്കെ വളർത്തുന്നുണ്ട്. പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അവിടെയാണെങ്കിൽ ദൂരെ കുറേ പിള്ളേർ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങളും കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോഴും ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നും അധികം വീഴുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ മുൻഭാഗത്തൂടെ സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഇനി അവിടെയാണ് മാനിനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ 2 ഊഞ്ഞാലുണ്ട്. എല്ലാവരും അവിടെ പിള്ളേരൊക്കെ മാറി മാറി ഊഞ്ഞാലിൽ ആടി കളിക്കുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാവരും മാനിന് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ തീറ്റ കൊടുക്കാനായിട്ട് ആകെ 2-3 മാനുകളൊക്കെ ഇവിടെ വരുന്നുള്ളൂ. ബാക്കി എല്ലാ അറ്റത്തിങ്ങനെ മാറി കിടക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ കിടക്കുന്ന പ്ലാവലയില്ലേ, അതാണ് എല്ലാവരും തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഞങ്ങളും അത് കണ്ടിട്ട് കുറച്ച് പ്ലാവലയൊക്കെ എടുത്ത് കൊടുത്തു. ആകെ ഈ പ്ലാവില തിന്നാൻ വന്ന ഒരു മാനേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അപ്പുറത്ത് കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള മാവിലേക്ക് ഇതിന് വാരി എല്ലാവരും കൊടുത്തോണ്ടിരിക്കുകയാണ്.
ബാക്കി മാനുകളൊക്കെ അവിടെ അറ്റത്തായിട്ടാണ് നിൽക്കുന്നത്. അധികമൊന്നും കാണാൻ പറ്റില്ല, പറ്റുന്ന പോലെ ഞാൻ സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ മാനുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മഴയൊക്കെ കൊണ്ട് എല്ലാം ഇങ്ങനെ കിടക്കണേ അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയി. അവിടെയൊക്കെ നിറയെ ഇങ്ങനെ മരങ്ങളുണ്ട്, അധികം പേരൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ടിലാണ്. ഇവിടെ അങ്ങനെ അധികം കാണാനൊന്നുമില്ല. ഈ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡും കുറച്ച് മരങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടുന്ന് സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെത്തും ഇപ്പം തന്നെ. അവിടുന്ന് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാറായി, എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴോട്ട് പോകാനായിട്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നടക്കാൻ, അല്ലെങ്കിൽ തെന്നി അവിടെ വീഴും. അതുകൊണ്ട് തന്നെ പയ്യെ പയ്യാണ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ചുറ്റും പൂക്കളും പൂന്തോട്ടവും ഒക്കെയാണ്. ഇവിടെ നിന്ന് നോക്കാനുള്ള വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന്. അതാണ് കൊട്ടാരം. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയി, എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ്. കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നല്ല മഴയൊക്കെ ആയിരുന്നു, കുടയും പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് വിലക്കുറവിൽ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുത്തു, 2-3 ചെരുപ്പൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. നല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് സാധാ കടകളിൽ നിന്നും കൂടുതലായിട്ടും വിലക്കുറവിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കൂടുതൽ ഇവിടെയാണ് വരാറ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പച്ചക്കറി കടയിലൊക്കെ പോയി. അവിടെ നമുക്ക് പച്ചക്കറിക്കട പഴക്കടയൊക്കെ ഉണ്ട് അടുത്തായിട്ട് തന്നെ. കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന്. ഇവിടെ വിലക്കുറവിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിലെല്ലാം കയറി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.